വ്യൂവേഴ്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ രേവതി ആ ഒരു പലിശക്കാരന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര കണ്ണീരൊഴുക്കി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ഊഹിക്കാം അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക. അദ്ദേഹം ഒട്ടും സമ്മതിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ശ്രുതിയുമായിട്ട് കണ്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പ്രൊമോയില് അതിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ശേഷം നമ്മുടെ രേവതി വീട്ടിൽ വന്നിട്ട് നമ്മുടെ സച്ചിയോട് ദേഷ്യപ്പെടുന്ന കുറെ രംഗങ്ങളുണ്ട്. സച്ചിയോട്ടിന് അയാളോടൊന്ന് ക്ഷമ പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അയാൾ മര്യാദയ്ക്ക് ആ ഒരു കാറ് വാടകയ്ക്ക് ഓടിക്കാൻ തന്നായിരുന്നാലേ. ഇപ്പോൾ പോലും സച്ചിയേട്ടൻ മാപ്പ് പറയാനും ക്ഷമ പറയാൻ തയ്യാറല്ലല്ലോ എന്നൊക്കെയാണ് നമ്മുടെ രേവതി കുറ്റപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? അയാൾ എന്ത് പറഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെട്ടേന്നറിയോ? അടിക്കാൻ പോയതെന്നറിയോ? അച്ഛൻ മരിച്ചു പോയാൽ ആരെനിക്ക് പൈസ തരും എന്നുള്ളൊരു ഡയലോഗ് അയാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്രയും ദേഷ്യം വന്നത്. ഞാൻ പിന്നെ അയാൾ എന്ത് ചെയ്യണം? അടിക്കാതിരിക്കണോ? നീ പറ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കുറെ പറയുന്നുണ്ട്. അപ്പൊ രേവതി ആകപ്പാട് ഇങ്ങനെ കലിതുള്ളി നിന്നിട്ട് രേവതി പറയുന്നുണ്ട് കേട്ടോ, ഇത് സച്ചിയേട്ടന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ അയാളെ അടിക്കുമായിരുന്നല്ലോ എന്നുള്ളൊരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. രേവതി ആകപ്പാടെ മാറിപ്പോയി. നേരത്തെ രേവതിയൊന്നും അല്ലാട്ടോ ഇപ്പോൾ. ആ രേവതി ഇപ്പോൾ 2 പറഞ്ഞാൽ തിരിച്ച് 10 പറയാനും 1 അടിച്ചാൽ തിരിച്ച് 10 അടിക്കാനൊക്കെ ഒരു കെൽപ്പുള്ളൊരു രേവതി ആയിക്കഴിഞ്ഞു. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ രേവതി സച്ചിക്ക് ആ കാറ് തിരികെ മേടിച്ചു കൊടുക്കുന്നത്? എന്തായാലും നമുക്ക് ഒരു പിക്ചർ പ്രൊമോയിൽ നമ്മുടെ ഏഷ്യാൻ്റെ ഒരു പിക്ചർ പ്രൊമോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങളെല്ലാം കണ്ടു കാണും സച്ചിക്ക് കാറ് തിരികെ കൊടുത്ത് രേവതി എന്ന്. അപ്പം ഇനി രേവതി എന്താണമായിരിക്കും പ്രയോഗിക്കാൻ പോകുന്നത് അല്ലേ? അപ്പം എന്തായാലും കാത്തിരുന്നതിനെ കാണും. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.